ഈ സർവൈവൽ ബയാസിനെ പറ്റിയുള്ള ഒരു വാർ സ്റ്റോറി ഉണ്ട്, അതറിയാമോ? ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് കുറേ വിമാനങ്ങളൊക്കെ ഇവിടുന്ന് അങ്ങോട്ട്, അത് ഏത് വാറിന്റെ സമയമായിരുന്നു, അത് നടന്ന സംഭവം തന്നെയാണ്. അപ്പം വാറിന്റെ സമയത്തേക്ക് ഓപ്പോസിറ്റ് നമ്മുടെ എനിമി ആയിട്ടുള്ള രാജ്യത്തേക്ക് സെൻഡ് ചെയ്യുന്നു. അപ്പോൾ അവിടുന്ന് മിക്ക വിമാനങ്ങളും ഇല്ലാണ്ടായിപ്പോയി അവരുടെ ആക്രമണം കൊണ്ട്. തിരിച്ചു വന്ന ഒരു വിമാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എല്ലാവരും അതിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് കണ്ടുപിടിച്ച് ഏറ്റവും വെടിയുണ്ട കൊണ്ട പോർഷൻസിലൊക്കെ, ഏറ്റവും കൂടുതൽ മുറിവേറ്റ പോർഷൻസിലൊക്കെ കൂടുതൽ കട്ടിയാക്കാനും കൂടുതൽ ശക്തിപ്പെടുത്താനും ഒക്കെ നോക്കിക്കൊണ്ടു. അപ്പോൾ പറഞ്ഞു, അതിലൊരാൾ, എനിക്ക് സ്റ്റോറി കൃത്യമായിട്ട് സ്റ്റോറി ലൈൻ ഓർമ്മയില്ല, എന്നാലും ഞാൻ എൻ്റെ രൂപം പറയാണ്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അങ്ങനെയല്ല ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ വെടിയുണ്ട കൊണ്ടാൽ ഇതിനൊന്നും സംഭവിക്കില്ല എന്ന് നമുക്ക് മനസ്സിലായി അല്ലേ, ഇവിടെ ഒന്നും വെടിയുണ്ട കൊണ്ടാൽ ഇനിയൊന്നും പറ്റത്തില്ല, ഇത് അതുകൊണ്ടാണല്ലോ ഇത് സർവൈവ് ചെയ്ത് തിരിച്ചു വന്നത്. പക്ഷേ അപ്പൊ ഇതിന്റെ കൊള്ളാത്ത ഭാഗം കൂടുതൽ ശക്തിപ്പെടുത്തണം, അവിടെ കൊണ്ടാൽ ഈ വിമാനം തകർന്നു പോകും, അതുകൊണ്ടാണല്ലോ ബാക്കിയൊന്നും തിരിച്ചു വരാത്തത്, ഈ ഭാഗങ്ങളിലൊക്കെ കൊണ്ടതുകൊണ്ടായിരിക്കാം അത് തിരിച്ചു വരാത്തത്, അതുകൊണ്ട് അത് കൂടുതൽ ശക്തിപ്പെടുത്തണം എന്നുള്ളത്. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത കാര്യമാണ് അല്ലേ. നമ്മൾ നോർമലി അങ്ങനെ തന്നെ ചിന്തിക്കും, കൂടുതൽ അതിന് കുഴപ്പം പറ്റിയത് എവിടെയാണോ അത് കൂടുതൽ സ്ട്രോങ് ആക്കാനും നന്നാക്കാനുമായിരിക്കും നമ്മളും ചിന്തിക്കുന്നത്. അതും സർവൈവൽ ബയാസ് എപ്പോഴും പറയുമ്പോൾ ഒരു മെയിൻ എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്.